ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പോൾ എവിടെ നോക്കിയാലും ജേണൽ എന്ന് മാത്രമേ കേൾക്കാനുള്ളൂ. പക്ഷേ ഇന്ന് നമ്മൾ ജേണലല്ല, ഒരു ചെറിയ ടു ഡു ലിസ്റ്റ് ബുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെറിയൊരു പോക്കറ്റ് ഫ്രണ്ട്ലി ടു ഡു ലിസ്റ്റ് ബുക്ക്. നമ്മൾ ഇന്ന് ആ ബുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത് സാധാ പേപ്പർ അല്ല കേട്ടോ, ഇങ്ങനത്തെ കുറച്ച് കവറുകളാണ്. നിങ്ങൾക്ക് ഈ കവറുകൾ കണ്ടാൽ മനസ്സിലാവും. നമ്മൾ ഈ സ്മാർട്ട് ബസാർ ഇല്ലെ സ്റ്റാർ ബസാറിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു കവറാണ്. അപ്പോൾ അതിങ്ങനെ വെറുതെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, വെറുതെ എടുത്ത് കളയുന്നതിനെക്കാട്ടും ഭേദം എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിയാലോ എന്ന്. അപ്പോൾ ഇതിനെ കൊണ്ടാണ് ഇന്ന് നമ്മൾ ചെറിയൊരു പോക്കറ്റ് ഫ്രണ്ട്ലി ടു ഡു ലിസ്റ്റ് ബുക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം ഞാൻ ആ കവർ രണ്ടായിട്ട് മുറിച്ചിട്ടോ, എന്നാൽ പിന്നെ നമുക്ക് ഈസി ആയിട്ട് സീസറിനെ കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റും. സോ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇനി ഒരു സ്കെയിലും പെൻസിലോ പെന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും എടുത്തിട്ട് ഒരു സ്ക്വയർ ഷേപ്പോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് സൈസിലാണ് നിങ്ങൾക്ക് ആ ടു ഡു ലിസ്റ്റ് ബുക്ക് വേണ്ടത് ആ ഒരു സൈസ് വരച്ചു കൊടുക്കുക. നിങ്ങൾ മെഷർമെൻ്റ് എടുത്ത് വരച്ചാൽ അത്രയും നല്ലത്. ഞാൻ മെഷർമെൻ്റ് എടുക്കാൻ മറന്നുപോയതുകൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ മടക്കിയിട്ട് മുറിക്കാം. എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം തന്നെ കുറേ ഷീറ്റ്സ് കിട്ടും. ഇപ്പം ഞാൻ ഇങ്ങനെ മടക്കിയപ്പോൾ എനിക്ക് 3 ഷീറ്റ്സ് കിട്ടിയിരുന്നു. ഇനി നിങ്ങൾക്ക് വേറെ വഴി എന്തെങ്കിലും മടക്കാൻ അറിയാം, കുറേ ഷീറ്റ്സ് ഒരുമിച്ച് മുറിക്കാൻ പറ്റുന്ന പോലെ മടക്കാൻ അറിയാമെങ്കിൽ അതും ചെയ്യാം. ഞാൻ ഉദ്ദേശിച്ച ബുക്ക് കുറച്ച് ചെറുതായതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു സൈസിൽ മുറിച്ചുള്ളൂ. നിങ്ങൾക്ക് എത്ര വലിയ സൈസുള്ള ബുക്കാണ് വേണ്ടതെന്ന് വിചാരിച്ചാൽ ആ സൈസ് വെച്ചിട്ട് മുറിക്കാം. അടുത്തത് നമ്മൾ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് സൈഡിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേറൊരു ഷീറ്റ് എടുത്തിട്ട് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ഷീറ്റ്സ് ഓരോന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് വരുമ്പം നമുക്കൊരു ബുക്കിൻ്റെ ഒരു രൂപത്തിൽ കിട്ടും. നിങ്ങൾക്ക് ഫെവിക്കോൾ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് സ്റ്റേപ്ലർ വെച്ച് ചെയ്താൽ ഒറ്റയടിക്കൊണ്ട് ചെയ്യാം. ഞാൻ കുറേ തപ്പിയിട്ടും സ്റ്റേപ്ലർ കാണാത്തതുകൊണ്ടാട്ടോ ഞാൻ ഫെവിക്കോൾ ഉപയോഗിച്ച്. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ സ്റ്റേപ്ലറിനെ കൊണ്ട് ഒറ്റയടിക്ക് ഞാനത് ചെയ്തിരുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് ഒട്ടിച്ച് കഴിഞ്ഞ് ബുക്ക് റെഡി ആയപ്പം ഞാനത് കറക്റ്റ് സൈസിൽ മുറിച്ചെടുക്കുക. എന്നാൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആയത് ഞാൻ പറഞ്ഞില്ലേ ആദ്യം, മെഷർമെൻറ്റ് ഞാൻ നോക്കാൻ മറന്നുപോയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കറക്റ്റായിട്ട് മുറിച്ച് അതൊരു ബുക്കിൻ്റെ ഷേപ്പിലാക്കി കൊടുത്തു. നിങ്ങൾക്ക് എത്ര ഷീറ്റ്സ് വേണോ അത്ര ഷീറ്റ്സ് വെക്കാം. ഞാൻ ഒന്നൊന്നായിട്ട് എല്ലാം ഒട്ടിച്ച് കാണിച്ചു തരുന്നില്ല. ഞാൻ ഓൾറെഡി ഒട്ടിച്ച് വെച്ചൊരു ബുക്ക് ഉണ്ടായിരുന്നു, അപ്പം ഞാനത് കാണിച്ചു തരിക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇനി പ്ലെയിൻ ബുക്ക് വേണ്ട, അതിനൊരു കവറ്, ഒരു എസ്തറ്റിക് ലുക്ക് കൊടുക്കാൻ ഒരു കവർ വേണമെന്നുണ്ടെങ്കിൽ അടുത്തത് വീണ്ടും ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും സാധനം മേടിച്ച കവർ കിട്ടും. ഇങ്ങനെ എഴുതിയതും എന്തെങ്കിലും ഡിസൈനുള്ള കവർ കിട്ടും. ഇതും അങ്ങനത്തെ ഒരു കവറാട്ടോ. ആ കവറ് നല്ല നീറ്റായിട്ട് മുറിച്ച് ആ ബുക്കിൻ്റെ ഷേപ്പിൽ അങ്ങ് മുറിച്ചു കൊടുക്കുക. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആ സൈസിൽ മുറിച്ചിട്ട് ഞാൻ മേലത്തെ ഭാഗവും താഴത്തെ ഭാഗവും അങ്ങ് ആ ബുക്കിൻ്റെ സൈസിൽ അങ്ങ് കട്ട് ചെയ്തു. എന്നിട്ട് രണ്ടിൻ്റെയും സൈഡ്സ് മാത്രമാണ് ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തത്. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ ഈ കാണിക്കുന്ന പോലെ. ഇതാട്ടോ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? കാണാൻ ഒരു ഭംഗിയൊക്കെ വെച്ചില്ലേ ഈ ബുക്കിന്? ഇനിയിപ്പം നിങ്ങൾക്ക് ഇത് വേണ്ട, ഇങ്ങനെ ഈ ഒരു കവർ വേണ്ട, വേറെ ടൈപ്പ് കവർ വേണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് കവർ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ടും കവർ ആയിട്ട് യൂസ് ചെയ്യാം. ഇനി അതും വേണ്ട എന്നുണ്ടെങ്കിൽ കയ്യിൽ വല്ല കളർ ഷീറ്റ്സ് ആയിട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഷീറ്റ് വെച്ചിട്ട് അതങ്ങ് കവർ ചെയ്യാം. അതിന് മേലെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമുള്ള ഡിസൈനൊക്കെ കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും കൊടുത്തിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് എന്തൊക്കെ കവർ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രമേ കാണിച്ചു തരുന്നുള്ളൂ. ഇനി അതും വേണ്ടാന്നുണ്ടെങ്കിൽ അടുത്തൊരു മെത്തേഡാണ് എന്നിട്ട് നിങ്ങൾക്ക് ഒരു പ്ലാസ്റ്റിക്കും അല്ല പേപ്പറും അല്ല അങ്ങനത്തെ ഒരു തുണിയും അല്ല നല്ലൊരു കവർ ഉണ്ടാവില്ലേ,
സോ അങ്ങനത്തെ ആ കവർ ഉപയോഗിച്ചിട്ട് എന്താ പറയണ്ടേ നിങ്ങൾക്ക് കവർ ഉണ്ടാക്കാം. ഐ മീൻ ബുക്ക് കവർ പോലെ ഉണ്ടാക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും വേണ്ടാന്നാണെങ്കിൽ പ്ലെയിനായിട്ട് നമ്മൾ ആദ്യം കാണിച്ച പോലെ വെറും ബുക്ക് മാത്രം ഇതാക്കാം. ഇനിയിപ്പോൾ ഇത് ബ്രൗൺ കളർ ആയതുകൊണ്ട് മാക്സിമം നിങ്ങൾ എഴുതുന്നത് ബ്ലാക്ക് കളർ പെന്നാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ ഇത് ജസ്റ്റ് നമുക്ക് പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബുക്ക് പോലെ ഉണ്ടാക്കിയത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിനും ഷേപ്പിനും മുറിക്കാം. ഞാനിത് ജസ്റ്റ് ശരിക്കുള്ള പേപ്പർ ഉപയോഗിക്കാതെ ഇങ്ങനത്തെ കവർ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു ബുക്ക് ഉണ്ടാക്കാം എന്ന് മാത്രം കാണിച്ചു തന്നതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. ബൈ ബൈ.